ഹായ് വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടിയുള്ള നമ്മളെ പ്ലം കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇന്ന് സോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആൾക്കഹോളിലാണ് നമ്മളിന്ന് സോക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് എങ്ങനെ കഴിക്കാം, പക്ഷേ കടകളിൽ നമ്മൾ ബേക്കറീസിലൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൽ എല്ലാം ആൽക്കഹോളിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ആൽക്കഹോളിൽ സോക്ക് ചെയ്താലേ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ, പ്ലം കേക്കിന്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. നോൺ ആൽക്കഹോളിക് വെർഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് വേണ്ട നോൺ ആൽക്കഹോളിക് വെർഷൻ മതിയെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും കാണുക. ആക്ച്വലി എവറി ഇയർ നമ്മൾ ചെയ്യുന്ന ആക്ച്വലി സെറമണി, കേക്ക് മിക്സിംഗ് സെറമണി എല്ലാ വർഷവും ലിങ്ക് കൊടുക്കാം. ആക്ച്വലി താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി എല്ലാവരുടെ ഒന്നിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് എല്ലാവരും കൂടെ നിന്ന് നമ്മുടെ ഫാമിലി ഒത്തു നിന്നുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയാം. ഇതൊരു സോക്ക് ചെയ്ത് നമ്മൾ ഒരു മാസം വെച്ചതിന് ശേഷം ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല അടിപൊളി ഇതൊരു ഈവന്റ് അറ്റ് ഹോട്ടൽസ് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ ഹോട്ടൽസിലൊക്കെ ഇത് വലിയ ക്വാണ്ടിറ്റിയിലാണ് ബോട്ടിൽസ് ഒഴിച്ച് അവർ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇന്ന് സോക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇപ്പൊ വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും അന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവർ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കുവായിരുന്നു. അതിനെ പിന്നെ അവർ കേക്കിൽ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പ്ലം കേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പം ഓരോ സമയത്തായിട്ട് മാറി വന്ന് ഇപ്പം പുതിയ ട്രഡീഷണലുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ പ്ലം കേക്ക് പ്ലം കേക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന് തന്നെ വേണമെന്നില്ല. ഒരാളുടെ വീട്ടില് നമ്മള് വീട്ടില് ഒരു വിസിറ്റിന് പോകുമ്പോഴും എല്ലാരും മെയിനായിട്ട് കൊണ്ടുപോകുന്നതും കേക്കാണ്, പ്ലം കേക്കാണ് ചോദിച്ചു വാങ്ങിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും അങ്ങനെ പോയി വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നാൾ ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായി എൻ്റെ ഇനിയും ചെയ്തതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ എത്ര 23 കേക്ക്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി നമ്മൾ മിക്സ് ചെയ്തതിന്റെ ബാക്കിയുണ്ട്. ഫ്രണ്ട്സിന് കൊടുക്കാൻ, നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ, കാരണം എല്ലാവർക്കും ഇഷ്ടം അതാണ് ഇപ്പൊ. കാരണം വീട്ടിൽ തയ്യാർ ചെയ്യുമ്പോൾ അത് നമുക്ക് കഴിക്കാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എല്ലാവരും കഴിക്കാൻ. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. പ്യുവറായിട്ട് നമ്മൾ പ്ലം കേക്ക് തയ്യാർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട് നമ്മൾ ആൽക്കഹോൾ വെർഷനിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ യു കൻ യൂസ് റം, ബ്രാൻഡി, ഇത് രണ്ടും ആക്ച്വലി പ്രിഫറബിൾ. വൈനും ചില ആൾക്കാർ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ പ്യൂർ റം വാങ്ങിച്ചു. നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വലിയ ഗ്ലാസ് റം തന്നെ ഉണ്ട്. നല്ല റമ്മ. കേക്കിനകത്ത് ഇടമോ ഇത് നമ്മള് കേക്കില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മള് ഉള്ളിലേക്ക് പോവല്ലോ, പിള്ളേർക്ക് കഴിക്കാൻ പറ്റുമോ. ഇത് നമ്മൾ ഇത്രയും സോക്ക് ചെയ്ത് വെച്ചാലും ഒരു കേക്കിന് നമ്മൾ 3-4 ടേബിൾ സ്പൂൺസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ അത് ഒരു അടിക്ക് ഒരാൾ മാത്രമല്ല കഴിക്കുന്ന, ഒരു വീട്ടിൽ അത്രയും അംഗങ്ങൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവാപ്പറേറ്റ് ആയി പോവും. ഓൾമോസ്റ്റ് നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ കുറച്ച് സോക്ക് ചെയ്താലും ബാക്കിയെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതുപോലെ ഓരോ പ്രാവശ്യവും തുറന്ന് അടയ്ക്കുമ്പോഴും ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തും കുറച്ചൊക്കെ അതങ്ങ് പോകും. പിന്നെ അതിന്റെ ഒരു ഫ്ലേവർ, ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനെ സോക്ക് ചെയ്തെടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളിലേക്ക് പോകത്തുള്ളൂ. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒരു മിക്സിംഗ് ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റേസിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചെറീസ് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിനകത്തേക്ക് പ്ലംസ് ആണ്, പ്ലംസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് എടുക്കാം. ഫിഗ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്രാൻബെറി ആണ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി റെഡ് കളറ്, അതുപോലെ തന്നെ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആൽമണ്ട്സ് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
ഇനി ഇതിനകത്തേക്ക് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തതിനകത്തേക്ക് യെല്ലോ റൈസിൻസ് ആണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതിനകത്തേക്ക് വാൾനട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ പ്ലംസ് ആണ്, അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ ഡേറ്റ്സ് ആണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്, ഓറഞ്ച് മാമലേഡാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാർ ചെയ്ത് വെച്ചതാണ്. ഇത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കേക്കിനുള്ള മസാലയാണ്. അപ്പോൾ മസാല ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ കേക്കിൻ്റെ ലിങ്ക് കൊടുക്കുന്നതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ നട്ട്മഗ്, നമ്മൾ ഡ്രൈ ജിഞ്ചർ, ഈ ഇത്ര ഐറ്റംസ് നമ്മൾ പൊടിച്ച് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് തയ്യാർ ചെയ്യുമ്പം പൊടിച്ച് വെച്ചിട്ട് അന്നേരം മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാമലേഡും അതുപോലെ സ്പൈസസും എല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. സ്പൈസസ് പൗഡർ വേണമെങ്കിൽ നമുക്കിപ്പം ഈ സോക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പൊടി ഇടുന്ന സമയത്ത് ഈ മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് മസാല പൗഡർ. എന്നിട്ട് നമ്മളിപ്പം റമ്മിലാണ് സോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു നല്ലൊരു ഭരണി എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാറെന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളമയൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് റമ്മിൽ സോക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഈ മാമലേഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ടേസ്റ്റ് അല്ലേ? ആണോ? ഇപ്പോൾ മാമലേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓറഞ്ചിന്റെ ഒരു പീല്, ഇപ്പോൾ ആ ഓറഞ്ച് നമ്മൾ ഇപ്പോൾ ഓറഞ്ചിന്റെ സീസണാണ്. ഇപ്പോൾ നമ്മൾ തണുപ്പ് സമയത്ത് ഓറഞ്ച് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് ഈ ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഗ്രേറ്ററിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. പക്ഷെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ ആ വൈറ്റ് പാർട്ട് വരാതെ ജസ്റ്റ് ആ ഓറഞ്ച് മാത്രം അത് നമുക്ക് പീൽ ചെയ്ത് അതിനകത്ത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇടാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ നല്ല മധുരവും ഒക്കെ വരുമ്പം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ മാമലേഡ്. ഇച്ചിരി കയ്പും, കാരണം പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു കയ്പ് വേണം. അപ്പൊ അത് ആ ഫ്ലേവർ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ ഓറഞ്ച് മാമലേഡ് ഇട്ടതിന്റെ ഒരു ഇതാണ്. ചില സൂപ്പർ മാർക്കറ്റില് വലിയ വലിയ മാൾസിൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് വാങ്ങിക്കാൻ അവിടെ വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ഓറഞ്ചിന്റെ സീസൺ ആണ് വാങ്ങിക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ല, അത് വയ്യാത്ത ആൾക്കാരല്ലോ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തീർച്ചയായിട്ടും ആണോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പം അതെങ്ങനെ തയ്യാർ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈസിയാണ്, നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിക്കുകയാണ്, ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാൻ പോകാം. ഓറഞ്ച് മാമലേഡിൻ്റെ ഗ്ലേസിംഗ് ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ റം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബോട്ടിലെടുത്തൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ എപ്പോഴും താഴെ പോകും. അപ്പൊ മേളിൽ കിടക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള സാധ്യത. അതെ അതെ അതെ. ഇതെന്ന് വെച്ചാൽ ഇപ്പോഴേ ജസ്റ്റ് നമുക്ക് കാണാം, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന നമുക്ക് നികച്ച് ഒഴിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഫ്രൂട്ട്സ് മൊത്തം ഡ്രൈ ആയിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ മേളി വരെ ഒഴിക്കണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ അടിയിൽ നമ്മൾ റമ്മ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വിഷമിക്കേണ്ട, ഇളക്കി കൊടുത്താൽ മതി. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നോക്കി എങ്ങനെ ഉണ്ടെന്ന്, ഇപ്പോഴും നല്ല ഗുണം എല്ലാം ഉണ്ടോ എന്ന്. ഓ ലവ്ലി.
ഇത് മുമ്പേ ഞാൻ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് സ്മെല്ല്. അതുകൂടാതെ മാംലേഡ് ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ഡോമിനേറ്റിംഗ് സ്മെല്ല്. അത് നല്ലൊരു ഇതാ. അതേപോലെ നമ്മുടെ മെയിൻ താരം ആൽക്കഹോൾ. ഇറ്റ്സ് ഗിവിംഗ് എ പഞ്ചന്റ് സ്മെൽ. കേക്ക്, ഐ കൻ ഡ്രീം കേക്ക്. കേക്കിന്റെ ആ ഒരു നല്ലൊരു ഇതാണ്. തീർച്ചയായിട്ടും ഇത് സോക്ക് ചെയ്ത് വെക്കുക. നിങ്ങള്, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങള് വീട്ടിൽ ചെയ്ത് നിങ്ങള് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ ഇതുപോലെ ചെയ്ത് പ്ലം കേക്ക് ഉണ്ടാക്കി. ഫെസ്റ്റീവ് സീസൺ സ്റ്റാർട്ടഡ്. അത്രേ ഉള്ളൂ, നമ്മുടെ തുടങ്ങി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എല്ലാവർക്കും. നമുക്ക് ഈ സമയത്താണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഉള്ളവർക്ക്, അയലത്തുള്ളവർക്ക് എല്ലാം നമ്മൾ കേക്കും വൈനും ഒക്കെ സെർവ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫെസ്റ്റിവൽ. ഒത്തിരി കേക്ക്സ് ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇത് ഇത്രയും നമ്മള് എന്താ വെച്ചാൽ ഒരു എങ്ങനെ പോയാലൊരു 10-30 കേക്കിനുള്ള ലാസ്റ്റ് ഇയറിന് ഇപ്പോഴും ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് വെച്ചായിരുന്നു. കാരണം ഒത്തിരി പേർക്ക് കൊടുക്കണം, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഡിമാൻഡ് കൂടുതലാണ്. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് ഡിമാൻഡ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മളിത് വീട്ടിൽ തയ്യാർ ചെയ്യുക, ഈസിയാണ്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം മതി, കുറച്ച് മതി. ഈവൻ ചെറിയ ചെറിയ നട്ട്സ് മാത്രം മതി കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ആൽമണ്ടോ അല്ലെങ്കിൽ ബദാമോ ഇങ്ങനത്തെ ഐറ്റംസും, പിന്നെ ഡേറ്റ്സ് നമുക്ക് എല്ലാവരും അറിയാൻ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം ഒരു ചെറിയ ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടിയുള്ള കേക്ക് വീട്ടിൽ തന്നെ ഈ പ്രാവശ്യം തയ്യാർ ചെയ്യാന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുകയാണ്. പിന്നെ 2 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ നല്ല ഉണങ്ങിയ തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. ജിനു പറഞ്ഞില്ലേ കേക്ക് ഷെയർ ചെയ്യുമെന്ന്. ഞങ്ങൾ കേക്ക് ഷെയർ ചെയ്യും, പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ആക്ച്വലി. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പൊ നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നല്ല നല്ല ആൾക്കാർ നല്ല നല്ല രീതിയിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം ഇതും നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പ്ലം കേക്ക് എങ്ങനെ തയ്യാർ ചെയ്യണം എല്ലാവർക്കും അറിയാമെങ്കിലും ദിസ് ഈസ് മെയിൻ ഹാർട്ട് ആൻഡ് സോൾ. തീർച്ചയായിട്ടും നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ വെറുതെ ഉണ്ടാക്കുകയല്ല, നമ്മൾ ഇങ്ങനെ ഐറ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം കമൻസിൽ എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാവർക്കും നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.